അടുത്തതായിട്ട് സാധാരണ ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിച്ചത് എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് തന്നിട്ടുള്ളത്. സോ ഇതിന്റെ സെന്റർ കാണാൻ ചോദിച്ചാലേ സെന്റർ എഴുതുക. സെന്റർ കാണാൻ ചോദിച്ചാൽ പിന്നെ വേറെ എന്താ എഴുതുക? സെന്റർ എന്ന് എഴുതുക. ക്ലിയർ ആണോ? ഇനി ഇവിടെ എന്താണോ വരുന്നത്, എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത് അതിന്റെ നേരെ പകുതി എടുക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത് അതിന്റെ നേരെ പകുതി നോക്കുക. അതേപോലെ വൈയുടെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത് അതിന്റെ നേരെ പകുതി നോക്കുക. ക്ലിയർ ആണോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതി വെക്കുക. ദാറ്റ് ഈസ് സെന്റർ. ക്ലിയർ ആണോ? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി എഴുതി അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. വൈയുടെ കോയിഫിഷ്യന്റിന്റെ പകുതി എഴുതി അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. പൊന്നു മക്കളെ, സെന്ററിൽ ഇതിനെ പറയുന്ന പേരാണ് എ. ഇതിനെ പറയുന്ന പേരെന്താണ്? ബി. അടുത്തതായിട്ട് റേഡിയസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ വേറെ ഒന്നുമല്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി. ഇതാണ് ഇക്വേഷൻ. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, സി എന്ന് പറഞ്ഞാൽ -11 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -11 ആണ്. സി എവിടുന്ന കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒറ്റക്ക് നിൽക്കുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളെയാണ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത്. സോ ആൻസർ പറഞ്ഞു. എ സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ 1. 2 സ്ക്വയർ എത്രയാണ്? 4. മൈനസ് സി എത്രയാണ്? സി എത്രയാണ്? -11. വെറും 11 അല്ല, -11. ആ രണ്ട് മൈനസും കൂടെ പ്ലസ് ആവും. സോ 1 + 4 + 11 എത്ര വരും? √16 എന്ന് വരും. What is √16? 4. വെരി സിമ്പിൾ.